വെൽക്കം ടു അലാമി കിച്ചൻ. ഇന്ന് നമുക്ക് അധികം ആരും ട്രൈ ചെയ്യാത്ത ക്യാരറ്റ് ഹൽവ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ക്യാരറ്റ് ഹൽവ എന്ന് പറയുമ്പോൾ കോരി കഴിക്കുന്ന ആ ടൈപ്പല്ല. ഇത് നമുക്ക് ശരിക്കും ക്യാരറ്റ് ഹൽവ പോലെ തന്നെ കട്ട് ചെയ്തിട്ട് കഴിക്കാൻ പറ്റുന്ന ഹൽവയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഞാനിവിടെ 5 കിലോ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അത് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിക്കുന്ന സമയത്ത് കുക്കറിലൊരു 3 വിസിൽ വരുന്നവരെ വേവിക്കുക. പിന്നെ ഇതിപ്പോൾ 2 കുക്കറിലാക്കിയിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അരക്കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് എടുത്തത്, 1 കപ്പ് എടുക്കണ്ട, അരക്കപ്പ് എടുത്താൽ മതി. വെന്തതിന് ശേഷം ഒരു തളികയിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മളിത് മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കേണ്ടത്. ഇനി ഇതിന് വേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ 4 മീഡിയം സൈസിലുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2.5 കിലോ പഞ്ചസാരയും കൂടി തേങ്ങയും പഞ്ചസാരയും നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. കൂടുതലും നല്ലത് ആ വെള്ളം മുഴുവൻ വറ്റിയതിന് ശേഷം നമ്മൾ ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. ഏകദേശം വറ്റിയപ്പോൾ തന്നെ ക്യാരറ്റ് പേസ്റ്റ് ആക്കിയത് നമ്മൾ അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഏകദേശം 3 മണിക്കൂർ, 2.5 മുതൽ 3 മണിക്കൂർ വരെ ടൈമാവും ഈ ഒരു അളവിൽ ഹൽവ റെഡിയാക്കി എടുക്കാൻ. ടൈം മാത്രമല്ല, ഇത് ഭയങ്കര പൊട്ടിത്തെറിയാണ്. പൊട്ടിത്തെറി എന്ന് പറഞ്ഞാൽ 1.5 പൊട്ടിത്തെറി. ഇതാ കാണുന്ന പോലെ നിലത്തും സീലിങ്ങിൻ്റെ മുകളിൽ വരെ പൊട്ടിത്തെറിച്ചിട്ട് അതിന് അത്രക്കും പൊട്ടിത്തെറിക്കുന്ന സാധനമാണ്. കൈമലും കാലുമലും എല്ലാം പൊട്ടിത്തെറിക്കും. അതെല്ലാം മറികടന്ന് ഇതുപോലെ ഇളക്കി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതിൽ ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം 250 മില്ലി ഗീ ഒഴിച്ച് കൊടുക്കണം. അതുപോലെ അണ്ടിപ്പരിപ്പും ഇതുപോലെ പാകത്തിന് ആനാകുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. 100, 150, 200 ഗ്രാം എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം. ഒരു 2.5 മണിക്കൂറെല്ലാം ചെറിയ തീയിൽ വെച്ച് ഇളക്കിയിട്ടാണ് ഈ ഒരു പാകത്തിനായത്. ഇനി ഇത് റെഡിയായി ഉരുളിയിൽ നിന്നെല്ലാം വിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് നെയ്യ് തടവി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം പാത്രത്തിൽ നന്നായിട്ട് ഗീ തടവി കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ മേലേലും നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പെല്ലാം വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. നല്ല തണുത്തതിന് ശേഷം നമുക്കിത് ട്രേയിൽ നിന്ന് ഇളക്കി മാറ്റിയിട്ട് നമുക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം.